നമസ്കാരം. മോദി മൗനമായിരിക്കുന്നു എന്ന് കരുതി അത് ബലഹീനതയാണെന്ന് തെറ്റിദ്ധരിച്ചവർക്കൊക്കെ നല്ല കിടിലൻ പണിയാണ് മോദി പലപ്പോഴും കൊടുത്ത ചരിത്രം. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കുതിക്കാനാണെന്നുള്ള വാക്കുകളെ അന്വർത്ഥമാക്കുന്നത് മോദിയുടെ പ്രവൃത്തികളിലാണ്. വെറുതെ കണ്ടും കേട്ടും മൗനമായിരുന്നാലും ഒന്ന് കാതോർത്താൽ അണിയറയിൽ ആയുധത്തിന്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാം എന്നതാണ് വാസ്തവം. പാകിസ്ഥാൻ എത്ര ഇന്ത്യയെ ചൊറിഞ്ഞാലും മതിയാകില്ല. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ വഴി ചൊറിഞ്ഞ് നല്ല പണിയാണ് കിട്ടിയത്. എന്നിട്ടും മതിയായിട്ടില്ല. ഇപ്പോൾ ഇന്ത്യൻ സൈനികരെ കയ്യിലെടുക്കാനുള്ള ശ്രമം എങ്ങനെ നടത്താമെന്നുള്ള ആലോചനയിലാണ് പാക്കികൾ. ഇന്ത്യയിൽ നുഴഞ്ഞുകയറിയ തീവ്രവാദികളെ മുഴുവൻ നല്ല തോക്കുപയോഗിച്ച് തുടച്ചു മാറ്റിയപ്പോൾ പുതിയ വഴികൾ ആലോചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് പാക്കികൾ. ഇന്ത്യൻ സിം കാർഡുകൾ ഉപയോഗിച്ച് സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെയും ഉത്തർപ്രദേശിലെയും 75 സൈനികരെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ISI ഉദ്യോഗസ്ഥർക്ക് സിം കാർഡ് എത്തിച്ചു നൽകിയ നേപ്പാൾ സ്വദേശി പിടിയിലായതോടെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഇക്കാര്യം കണ്ടെത്തിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഡൽഹിയിലെ ലക്ഷ്മി നഗറിൽ നിന്ന് ഓഗസ്റ്റ് 28-ന് അറസ്റ്റിലായ നേപ്പാൾ സ്വദേശി പ്രഭാത് കുമാർ ചൗരസിയിൽ നിന്ന് 16 ഇന്ത്യൻ സിം കാർഡുകൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഈ സിം കാർഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പാക് ഇടപെടലിന്റെ നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്നാണ് വിവരം. തന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് ചൗരസിയ സിം കാർഡുകൾ സംഘടിപ്പിച്ചതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചത്. മിക്ക സിം കാർഡുകളും മഹാരാഷ്ട്രയിലെ ലട്ടൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തവയാണ്. സിം കാർഡ് കൈക്കലാക്കിയ ശേഷം ഇന്ത്യയിൽ കാഠ്മണ്ഡുവിലേക്ക് പോയ ചൗരസിയ തുടർന്ന് ISIയുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് കൈമാറുകയായിരുന്നു. ഈ നമ്പറുകൾ ഉപയോഗിച്ച് വാട്സാപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയ ഇവർ ഇന്ത്യൻ സേന, അർദ്ധസൈനിക വിഭാഗം, സർക്കാർ വകുപ്പുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥരെ വിവരങ്ങൾ ചോർത്തുന്നതിനായി ബന്ധപ്പെടാൻ ആരംഭിച്ചു. 16 സിം കാർഡുകളിൽ 11 എണ്ണവും ലാഹോർ, ബഹവൽപൂർ തുടങ്ങിയ പാകിസ്ഥാനിലെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് പ്രവർത്തിച്ചിരുന്നതെന്നാണ് വിവരം. ജമ്മു കാശ്മീരിലെയും UPയിലെയും ഏതാണ്ട് 75 സൈനികരെ ഇത്തരത്തിൽ ബന്ധപ്പെട്ടു എന്നാണ് സൂചന. ഇതിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. 2024-ൽ നേപ്പാളിലെ ഒരു ഇടനിലക്കാരൻ വഴിയാണ് ചൗരസിയ ISI പ്രതിനിധികളെ ബന്ധപ്പെട്ടതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. US വിസയും വിദേശത്ത് മറ്റു പല അവസരങ്ങളും വാഗ്ദാനം ചെയ്താണ് ചൗരസിയെ പാക് പക്ഷത്തേക്ക് എത്തിച്ചതെന്ന് ചൗരസിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സ്പെഷ്യൽ സെൽ DCP അമിത് കൗശിക് ദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. IT-യിൽ BSc ബിരുദമുള്ള ചൗരസിയയ്ക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിൽ ഡിപ്ലോമയുമുണ്ട്. പൂനെ, ലറ്റൂർ, സോലാപൂർ, ഡൽഹി എന്നിവിടങ്ങളിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഇയാൾ ജോലി ചെയ്തിരുന്നതായി വിവരങ്ങളുണ്ട്. പാകിസ്ഥാൻ വിവരങ്ങൾ ചോർത്താനായി ബന്ധപ്പെട്ട 75 സൈനികരെ തിരിച്ചറിയാൻ ശ്രമം നടത്തുകയാണ് എന്നും അവരെ കണ്ടെത്തിയാൽ മേലധികാരികൾക്ക് വിവരം കൈമാറുമെന്നും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസി ഉദ്യോഗസ്ഥർ ദേശീയ മാധ്യമത്തെ അറിയിച്ചു. തുടർന്ന് അവരെ ചോദ്യം ചെയ്യലിന് വിധേയരാകും. നിലവിൽ ആരും തന്നെ ചാലക പ്രവൃത്തികളിൽ പങ്കാളികളായതായി റിപ്പോർട്ടില്ല എന്നും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. കൂടെ നിന്ന് ഒറ്റിയവർക്ക് മാപ്പില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നയം. അങ്ങനെയെങ്കിൽ അകന്നു നിൽക്കുന്ന ശത്രുക്കളെക്കാളും വലിയ ശിക്ഷ മോദി വിധിക്കുന്നത് കൂടെ നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തെ ഒറ്റിയ നന്ദിയില്ലാത്ത മനുഷ്യമൃഗങ്ങൾക്ക് തന്നെയാകും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച